ഹായ് ഫ്രണ്ട്സ്, ഫോർമൽ ഫുട്ടേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെ എങ്ങനെ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ ഒരു കളർ ഫോട്ടോയാക്കി മാറ്റാം എന്നതിനെ പറ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ആദ്യം ഗൂഗിൾ കയറി റെപ്ലിക്കേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് റെപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് കാണാം. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ റെപ്ലിക്കേറ്റിൻ്റെ ഒരു ഹോം പേജിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയുണ്ട്. ഇതൊരു മെഷീൻ ലേണിംഗ് സോഫ്റ്റ്വെയറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വെബ്സൈറ്റാണ്, ഒരു കോഡിംഗ് ഫോർമാറ്റിലൂടെയാണ് നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ കിട്ടുന്നത്. ഇതിൽ പല രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏതൊക്കെ രീതിയാണ് കൊടുത്തിരിക്കുന്നത്, ഇതെങ്ങനെയാണ് റൺ ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ആദ്യമേ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സൈറ്റിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ലാംഗ്വേജ് മോഡൽസ് ഉണ്ട്, അതുപോലെ സൂപ്പർ റെസൊല്യൂഷൻ ഉണ്ട്, ഇമേജ് ടു ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റ് ടു ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ റീക്രിയേഷൻ എഡിറ്റിംഗ് ഉണ്ട്, അതിനൊപ്പം തന്നെ ഇമേജ് റീസ്റ്റോറേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമേജ് റീസ്റ്റോറേഷനാണ്. കാരണം നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെ എങ്ങനെ ആ ഒരു കളറിലേക്ക് കൊണ്ടുവരാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ബാക്കി ഓരോന്നിനെ കുറിച്ചിട്ട് നമുക്ക് പുറകെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാം. ഇമേജ് റീസ്റ്റോറേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തും പല തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ രീതിയിലാണ് വേണ്ടതെന്ന്, അത് പല രീതിയിലുള്ള ഫോട്ടോ എഡിറ്റിങ്ങിനൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഗ്രേഡിയൻറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ ബ്ലറായിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് കളർ ഗ്രേഡിയൻറ്റിലേക്ക് മാത്രം മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ ധാരാളം ഓപ്ഷൻസ് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതിലുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു കളർ ഫോട്ടോയാണ്. അപ്പോൾ അതിന് ഒരു ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ആ ടൈമുകളൊക്കെ, അതായത് മുഖത്തെ പാടുകളോ അങ്ങനെയുള്ളതൊക്കെ മാറ്റി ഒരു HD ക്വാളിറ്റി അല്ല, എന്നാൽ പോലും ആ ഒരു രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാം എന്നതിനെക്കുറിച്ച് നോക്കാം. പോരാ, അപ്പോൾ ഇനി നമുക്ക് ഈ കാണുന്ന ബിഗ് കളർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇൻപുട്ടിൽ ഒരു പഴയ ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കൊടുത്തിരിക്കുന്ന. അപ്പോൾ ഔട്ട്പുട്ട് ഏതൊക്കെ രീതിയിലാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഓരോ ആ തടിയുടെ കളർ അതുപോലെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊപ്പിയുടെ കളർ മാറ്റി, ആ ഗ്ലൗസിൻ്റെ കളർ മാറി, പാൻറ്റിൻ്റെ കളർ മാറി. അത് നമുക്ക് ആ ഒരു ഗ്രേഡിയൻറ്റിലേക്കുള്ള ഏത് കളറാണോ ആ ഒരു കളറിലേക്ക് ആ ഫോട്ടോ മാറി നമുക്ക് കിട്ടും. എക്സാമ്പിൾസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കളർ ഗ്രേഡിയൻറ്റിലേക്ക് വരുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഗൂഗിളിൽ തന്നെ കയറിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ സെർച്ച് ചെയ്ത് നോക്കാം. അതായത് ഇതുവരെ നിലവിൽ അതിനൊരു കളർ ഗ്രേഡിയൻ്റ്, ഒരു കളർ ഫോട്ടോ ഇല്ല. അത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് കുറച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഇമേജസ് എടുക്കുമ്പോൾ ഇതിൽ ധാരാളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ കാണാം. അതിനകത്ത് നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇത്തിരി പഴക്കം തോന്നിക്കുന്ന, ഇത്തിരി പഴക്കമുള്ള ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വേറെ ഒത്തിരി ഫോട്ടോയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് എബ്രഹാം ലിങ്കൻ്റെ ഫോട്ടോയാണ്. 1865 എടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. ഈ ഫോട്ടോയ്ക്ക് നിലവിൽ ആ കാലഘട്ടത്തിൽ പോലും ഒരു കളർ ഫോട്ടോ ഇല്ലല്ലോ. ഇത് തന്നെ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് റെപ്ലിക്കേറ്റിൻ്റെ സൈറ്റിലേക്ക് വന്നിട്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈറ്റിലേക്ക് വന്നു. അതിനായിട്ട് ഡ്രോപ്പ് എ ഫയൽ ഓർ ക്ലിക്ക് സെലക്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ സേവ് ചെയ്തിട്ടിരിക്കുന്നത് അവിടുന്ന് ഫോട്ടോ ഓപ്പൺ ചെയ്യുക.
ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ വരും. പിന്നെ അതിൻ്റെ ഏത് കാണാം, നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഫോട്ടോ അവിടെ കാണാം. പിന്നെ നമുക്ക് ഏത് രീതിയിലാണ് ഔട്ട്പുട്ട് വേണ്ടത് എന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. റിയൽ ഗ്രേ, കളറൈസേഷൻ, അത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മൾട്ടി മോഡൽ ക്ലാസ്, വെക്ടർ സി ഉണ്ട്, ഗ്രേ കളറൈസേഷനുണ്ട്, പിന്നെ ടി ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. നമുക്ക് ഔട്ട്പുട്ട് റണ്ണിങ് കാണാനായിട്ട് സാധിക്കും. അത് പ്രോഗ്രാം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 2-3 തരത്തിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. മുഖത്തിൻ്റെയും കൈയുടെയൊക്കെ കളർ തന്നെ മാറിയത് കാണാനായിട്ട് സാധിക്കും. അകത്തെ ഷർട്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എന്താണോ കുറച്ചുകൂടി സാമ്യമായിട്ടുള്ളത് ആ രീതിയിൽ 2-3 രീതിയിൽ അവരുടെ ഔട്ട്പുട്ട് അതിനകത്ത് കാണും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളറാണോ എന്ന് നോക്കാനായിട്ട് നമുക്കിതിൻ്റെ ഒരു കളർ ഫോട്ടോ ഇന്ന് അവൈലബിൾ അല്ല. അപ്പോൾ ഇത് തന്നെ ആയിരിക്കും. അതിൻ്റെ കുറച്ചുകൂടി കളർ കൂട്ടി, കുറച്ചുകൂടി ഗ്രേഡിയൻ്റ് കുറച്ചൊക്കെ അതിനകത്ത് കാണും. നമുക്ക് മറ്റൊരു ഫോട്ടോ നോക്കാം. ഒരു പഴയ അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഔട്ട്പുട്ട് വന്നിരിക്കുന്നതൊക്കെ ആകാശത്തിൻ്റെയൊക്കെ കളറും ആ മലയുടെയും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന മരത്തിൻ്റെയൊക്കെ കളറ്, ആ പച്ചപ്പൊക്കെ വന്നിരിക്കുന്നത് പല ഗ്രേഡിയൻ്റ്. ആകാശത്തിൻ്റെ കളറ് തന്നെ ഓരോ കളർ ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത് നോക്കും. ഒരു നീല കളറ്, അതിൻ്റെ ഷെയ്ഡ് കുറഞ്ഞ കളറ്. അപ്പോൾ അത് ഏതിനോടാണോ കുറച്ചും കൂടി നാച്ചുറലായിട്ട് സാമ്യം തോന്നുന്നത് അത് നമുക്ക് എടുക്കാം. 2-3 രീതിയിൽ ഔട്ട്പുട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും ഭയങ്കര ഓരോ ഫോട്ടോയ്ക്കും ഓരോ രീതിയിലുള്ള ചേഞ്ചസ് അവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് പഴയ വേറൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെയൊക്കെ കൊച്ചിലെയുള്ള ചെറുപ്പത്തിലെയുള്ള ഫോട്ടോയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റുമല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് വരുമ്പം എത്രത്തോളം സാമ്യം ഉണ്ടാകും കറക്റ്റ് കളറുമായിട്ടൊന്ന് നോക്കാം. നമ്മൾ പഴയ ആൽബത്തിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ നമുക്കത് ഇൻപുട്ടായിട്ട് കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം അത് ഏതൊക്കെ കളറ് വരും, അവരുടെ പൂവിൻ്റെ ഉടുപ്പിൻ്റെയൊക്കെ കളറ് മാറുമെന്നൊക്കെ നമുക്ക് നോക്കാം. വന്നു. അത് കുറച്ച് ബ്ലറായിട്ടുള്ള ഫോട്ടോയാണ്, എന്നാൽ പോലും ആ ഉടുപ്പിൻ്റെയൊക്കെ കളറ് മാറി, ടോപ്പിൻ്റെ കളറ് മാറി, ഡ്രസ്സിൻ്റെ കളറ് മാറി, അവരുടെ മുഖത്തിൻ്റെ പൊട്ടിൻ്റെ കളറ് വരെ കാണാൻ സാധിക്കും. ഒരേ കളറ് തന്നെ 2-3 ഷെയ്ഡിലുള്ള ഇമേജസ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അമ്മയോട് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ ഏറെക്കുറെ ഈ കളറിനോട് സാമ്യമുള്ള കളറാണ് വന്നിരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് കറക്റ്റ് അല്ലെങ്കിൽ പോലും നമുക്കിത് പഴയൊരു ഫോട്ടോ കളറിലേക്കാക്കി മാറ്റിയെടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു വഴി തന്നെയാണ് ഇത്. ഏറെക്കുറെ ആ കറക്റ്റ് കളറിനോടൊക്കെ അടുത്ത് നിൽക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് എടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് അത് ഇമേജിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്താലും മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ടെക്നോളജി പരമായതും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.